ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം തുടങ്ങിക്കഴിഞ്ഞു. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നമ്മൾ ടെസ്റ്റിസ് വരെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയതാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോണത് അക്സസറി ഡക്റ്റാണ്. അപ്പോൾ നമ്മൾ വരും ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇത് 2019 മാർച്ചിലാണ്. അപ്പോൾ അതിലിങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഈ പടം തന്നിട്ട് ഒബ്സർവ് ദ ഡയഗ്രാം ഗിവൺ ബിലോ ഷോയിങ് സെക്ഷണൽ വ്യൂ ഓഫ് ദ ഫീമെയിൽ reproductive system and name the parts labeled A, B, C, D. ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പോൾ ഇതേപോലെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പടവും തരും, എന്നിട്ട് അതിൻ്റെ ഭാഗങ്ങൾ അടപ്പെടുത്താനും തരും. അപ്പോൾ ഇത് നമ്മളിനി പഠിക്കും. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ആണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മെയിൽ റീപ്രൊഡക്റ്റീവ്. അപ്പോൾ ഇതിൻ്റെ ചോദ്യത്തിന് വേണ്ടിയാണ്, എങ്ങനെ ചോദിക്കുമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാനിത് കാണിച്ചത്. അപ്പം നമുക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം തുടരാം. അപ്പം മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങൾ ഏതാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി, ഓർക്കുക. അപ്പം മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കണ്ടൈൻസ് ഒന്ന് ഓർക്കുക എന്തൊക്കെയാണ്. ടെസ്റ്റിസ് നമ്മൾ പറയുകയാണ്, ടെസ്റ്റിസ്, അക്സസറി ഡക്റ്റ്, ഗ്ലാൻസ്, എക്സ്റ്റേണൽ ജെനിറ്റീലിയ. അപ്പോൾ ടെസ്റ്റിസ് നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കേണ്ടത് മെയിൽ അക്സസറി ഡക്ട്സ് ആണ്. മെയിൽ അക്സസറി ഡക്ട്സ്. ഡക്ട്സ് എന്ന് വെച്ചാൽ അർത്ഥം കുഴലുകൾ എന്നാണ്. അപ്പോൾ ഈ കുഴലിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണുകയുണ്ടായി, അതിൽ സ്പേംസ് സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ ഉണ്ടാകുമെന്നും സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ സ്പേം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഓർക്കുക നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്, ഇതാണ് ടെസ്റ്റിക്കുലാർ ലോബ്യൂളിൽ സെമിനിഫറസ് ട്യൂബ്യൂളിനകത്ത് സ്പേംസ് ഉണ്ടാകും. സ്പേംസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വരും. അതുകൊണ്ട് ഇവിടെ കാണാൻ കഴിയും. ഇപ്പോൾ ഇവിടെ സെമിനിഫറസ് ട്യൂബ്യൂളുമായി കണക്ട് ചെയ്ത ഇവിടെ ചില കുഴലുകളുണ്ടാകും. ഇവിടെ ഈ കുഴലുകൾ ചെറിയ ചെറിയ കുഴലുകൾ ചേർന്ന് വലിയ കുഴലുകളാകുന്നു, വലിയ കുഴലുകൾ ചേർന്ന് വീണ്ടും വലിയ കുഴലുകളാകുന്നു, അങ്ങനെ അവസാനം വലിയൊരു കുഴലാകുന്നു. അപ്പോൾ ഇതിലുണ്ടാകുന്ന സെമിനിഫറസ് ട്യൂബ്യൂളിലുണ്ടാകുന്ന ഈ സ്പേംസ് ഈ കുഴലിലൂടെ പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്ന് എക്സ്റ്റേണൽ ജെനിറ്റേലിയയിൽ വെളിയിലേക്കൊരു ഓപ്പണിംഗ് ഉണ്ട്. ആ ഓപ്പണിങ്ങിനെ യുറീത്ര എന്നാണ് പറയുക. ആ യുറീത്രയിലൂടെ അത് വെളിയിൽ വരും. അപ്പം മെയിൽ അക്സസറി ഡക്റ്റിൻ്റെ ഫങ്ഷൻ എന്ന് വെച്ചാൽ ദീസ് ഡക്ട്സ് സ്റ്റോർ സംഭരിക്കുന്നു ആൻഡ് ട്രാൻസ്പോർട്ട് ദ സ്പേംസ് ഫ്രം ദ ടെസ്റ്റിസ് to the outside through urethra. മൂത്രനാളം എന്ന് പറയും. അപ്പോൾ മൂത്രനാളത്തിലൂടെയാണ് ഈ സ്പേംസ് പുറത്തേക്ക് വരിക. അപ്പോൾ ടെസ്റ്റിസിൽ നിന്നും സ്പേംസിനെ കളക്ട് ചെയ്ത് പിന്നെ യുറീത്രയിലൂടെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഡക്ട്സിനെയാണ് നമ്മൾ മെയിൽ അക്സസറി ഡക്ട്സ് എന്ന് പറയുക. ഇനി മെയിൽ അക്സസറി ഡക്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് നമുക്ക് തുടങ്ങാം. എവിടെ നിന്നാണ് അത് തുടങ്ങുന്നത്? നമ്മൾ പറയാം സെമിനിഫറസ് ട്യൂബ്യൂൾ. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ സെമിനിഫറസ് ട്യൂബ്യൂൾസ് അവിടെയാണ് സ്പേംസ് ഉണ്ടാവുക. ആ സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ സ്പേംസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതവിടെ കാണാൻ കഴിയും. ഇതാണ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്. നമ്മൾ കഴിഞ്ഞ പറഞ്ഞതാണ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ വിശദമായി പറയുകയുണ്ടായി. ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് ആണ് ലോബ്യൂൾസ്. ഇനി അതിൽ ധാരാളം ഇതെന്താണ്? ഇത് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആണ്. സെമിനിഫറസ് ട്യൂബ്യൂൾസ്. ഇനി ആ സെമിനിഫറസ് ട്യൂബ്യൂളിൽ സ്പേം ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം വരുന്ന കുഴലുകളാണ് ഇത്. ഇതിനെ വിളിക്കുന്ന പേരാണ് റെറ്റി ടെസ്റ്റിസ്. അപ്പോൾ റെറ്റി ടെസ്റ്റിസിൽ വന്നു. അപ്പോൾ ഈ റെറ്റി ടെസ്റ്റിസിൽ വന്നാൽ അതെല്ലാം കൂടെ യുണൈറ്റ് ചെയ്ത് മറ്റൊരു കുഴലുണ്ടാകും. അതാണ് വാസ എഫറൻഷ്യ. അപ്പോൾ ഇതാണ് വാസ
എഫറൻഷ്യ. അപ്പോൾ സെമിനിഫറസ് ട്യൂബ്യൂള്, റെറ്റി ടെസ്റ്റിസ്, അപ്പോൾ സ്പേം അവിടെ വന്നു, റെറ്റി ടെസ്റ്റിസ് വന്നു. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ചെറിയ കുഴലെല്ലാം കൂടെ ചേർന്ന് വലിയ കുഴലുണ്ടാകും, അതാണ് വാസ എഫറൻഷ്യ. ഇനി വാസ എഫറൻഷ്യ എല്ലാം കൂടെ ചേർന്നുണ്ടാകുന്ന ഈ ട്യൂബുലാർ സമുച്ചയം അല്ലെങ്കിൽ ആ കളക്ഷൻ ഓഫ് ട്യൂബ്സ് ആണ്, അതാണ് എപ്പിഡിഡിമിസ്. എപ്പിഡിഡിമിസ് പിന്നെ ശ്രദ്ധിക്കുക, എപ്പിഡിഡിമിസ്. അപ്പോൾ ഇതാണ് ഈ കറുത്ത് കാണുന്ന, ഇതാണ് എപ്പിഡിഡിമിസ്. അപ്പോൾ റെറ്റി ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡിഡിമിസ്. എപ്പിഡിഡിമിസ് എല്ലാം കൂടെ ചേർന്ന് ഒരു സിംഗിളായിട്ടുള്ള വലിയ ഒരു ട്യൂബായി മാറും. ആ ട്യൂബാണ് വാസ് ഡിഫറൻസ്. ഓർക്കുക, ഈ വാസ് ഡിഫറൻസ് എവിടെ ചെന്ന് ചേരും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് അക്സസറി ഡക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു സെമിനിഫറസ് ട്യൂബ്യൂളിൽ തുടങ്ങി അതിൻ്റെ തുടർച്ച ഏതാണ്? റെറ്റി ടെസ്റ്റിസ്. ഇനി റെറ്റിസ് ടെസ്റ്റിസിൽ നിന്നും ഏതാണ്? വാസ എഫറൻഷ്യ. ഇനി വാസ എഫറൻഷ്യയിൽ നിന്നും ഏതാണ്? എപ്പിഡിഡിമിസ്. ഇനി അതിൽ നിന്ന് തുടർച്ചയായിട്ടുള്ള ഒറ്റക്കുഴലാണ് ഏത്? വാസ് ഡിഫറൻസ്. ഓർക്കുക. അപ്പോൾ വാസ് ഡിഫറൻസ് വരെ വന്നു, നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി വാസ് ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ അടുത്തത് ശ്രദ്ധിക്കണം, രണ്ട് വ്യൂസിലൂടെ നമുക്ക് നോക്കാം. ഇത് ഫ്രണ്ട് വ്യൂ ആണ്. അപ്പോൾ അതിൻ്റെ ഇവിടെ വരും. അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡ് വ്യൂ എടുക്കാം. സൈഡ് വ്യൂവിലാണെന്നുണ്ടെങ്കിൽ ഇതാണ് വാസ് ഡിഫറൻസ്. ഇപ്പോൾ നമ്മളിതായിട്ട് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു, ഇത് 4 എണ്ണം ഓർക്കുക. ഇത് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്, ഇവിടെ സെമിനിഫറസ് ട്യൂബ്യൂൾ, അതിൽ നിന്നും റെറ്റി ടെസ്റ്റിസ് വന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് വാസ എഫറൻഷ്യ. വാസ എഫറൻഷ്യയുടെ തുടർച്ചയായിട്ടാണ് എപ്പിഡിഡിമിസ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് വാസ് ഡിഫറൻസ്. അപ്പോൾ ഓർക്കുക, അപ്പോൾ ഇത് ടെസ്റ്റിസ്, അപ്പോൾ ഇതാണ് വാസ് ഡിഫറൻസ്. ഓക്കെ, ഇനി ആ വാസ് ഡിഫറൻസ് എന്ന് നോക്കാം. വാസ് ഡിഫറൻസ് എവിടെ വന്ന് ചേരുന്നു എന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. വാസ് ഡിഫറൻസ് വരുമ്പോൾ ഇവിടെ വരുമ്പം ഇതാണ്, ഇതിൻ്റെ കൂടെ തന്നെ അക്സസറി ഗ്ലാൻസ് ഉണ്ട്. ഈ ഗ്ലാൻസ് ആണ് ഇത്, നമ്മളിനി അതൊന്നുകൂടെ പറയും, അതാണ് സെമിനൽ വെസിക്കിൾ. അപ്പോൾ ഈ വാസ് ഡിഫറൻസ് വന്ന് സെമിനൽ വെസിക്കിൾ ഇതാണ്, അതിന് സെക്രീഷൻസ് ഉണ്ട്, അത് പറയും. ആ സെമിനൽ വെസിക്കിളിൽ നിന്ന് ഒരു ഡക്റ്റ് ഉണ്ട്, ഒരു കുഴലുണ്ട്. അപ്പോൾ വാസ് ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ ആ വാസ് ഡിഫറൻസ് അതും ഈ ഡക്റ്റും കൂടെ ചേർന്ന് മറ്റൊരു കുഴലിലേക്ക് എത്തും. ആ മറ്റൊരു കുഴലിനെ വിളിക്കുന്ന പേരാണ് എജാക്കുലേറ്ററി ഡക്റ്റ്. ഓർക്കുക, അപ്പോൾ വാസ് ഡിഫറൻസ് എവിടെയാണ് വരുന്നത്? ഇജാക്കുലേറ്ററി ഡക്ട്സിലേക്ക് വരും. എജാക്കുലേറ്ററി ഡക്റ്റ്. അപ്പോൾ എജാക്കുലേറ്ററി ഡക്റ്റിലേക്ക് വന്നു. അപ്പോൾ എജാക്കുലേറ്ററി ഡക്റ്റ് വരുമ്പോൾ നമ്മൾ ഓർക്കണം, വാസ് ഡിഫറൻസ് ഇവിടെ വരുമ്പം ഇവിടെ ഏതും കൂടെ യുണൈറ്റ് ചെയ്യുന്നുണ്ട്? സെമിനൽ വെസിക്കിളിലുള്ള ഒരു ഡക്റ്റ്, ഒരു കുഴൽ. സെമിനൽ വെസിക്കിളിൽ സെക്രീഷൻസ് ഉണ്ടാകും, അത് നമ്മൾ പഠിക്കും. സെമിനൽ വെസിക്കിൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫ്ലൂയിഡ് ഉണ്ട്, അതിനെ സെമിനൽ ഫ്ലൂയിഡ് എന്ന് പറയും. അപ്പോൾ ഈ സ്പേംസ് വരുമ്പോൾ ഈ സെമിനൽ ഫ്ലൂയിഡിനകത്ത് ഈ സ്പേംസ് നിലനിൽക്കും. അല്ലെങ്കിൽ സ്പേംസിനെ നറിഷസ്, ആഹാരം കൊടുക്കുകയും പ്രൊട്ടക്ഷനും ഒക്കെ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആക്ടിവേഷനും ഒക്കെ നടത്തുന്നത്, അല്ലെങ്കിൽ ഒരു മീഡിയമാണ് ഈ സെമിനൽ വെസിക്കിൾ ഉൽപ്പാദിപ്പിക്കുന്ന സെമിനൽ ഫ്ലൂയിഡ്. അപ്പോൾ ആ സെക്രീഷൻസും ഇതുവഴി ഇവിടെ എത്തും. അപ്പോൾ ഓർക്കുക, നമ്മൾ പറഞ്ഞു വാസ് ഡിഫറൻസ്, പിന്നെ ഇവിടെ സെമിനൽ വെസിക്കിളിൽ നിന്നുള്ള ഡക്റ്റും കൂടെ ചേരുമ്പോഴത്തേക്ക് ഒരു പുതിയ കുഴൽ വരും, അതിനെയാണ് ഇജാക്കുലേറ്ററി ഡക്റ്റ് എന്ന് പറയാം. ഇനി ആ ഇജാക്കുലേറ്ററി ഡക്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് സൈഡ് വ്യൂ ആണ്, ഇത് ഫ്രണ്ട് വ്യൂ എടുക്കാം. ഫ്രണ്ട് വ്യൂ എടുക്കുകയാണെങ്കിൽ ഇതാ നോക്കാം, ഇത് ടെസ്റ്റിസ്, ഇത് വാസ് ഡിഫറൻസ്,
നമ്മളിപ്പോൾ കണ്ടത് തന്നെയാണ്. ആ വാസ് ഡിഫറൻസ് ഇതാ വരുന്നു. ഇതാണ്ട് രണ്ടിലെ ടെസ്റ്റിന് 2 വാസ് ഡിഫറൻസും കൂടെ വന്നു. ഇതാണ് സെമിനൽ വെസിക്കിൾ. നമ്മൾ ഫ്രണ്ട് വ്യൂ എടുക്കുമ്പോൾ സെമിനൽ വെസിക്കിൾ ഇതാണ്. സെമിനൽ വെസിക്കിൾ സെമിനൽ വെസിക്കിൾ വന്നു. അപ്പോൾ ഇതിങ്ങനെ ശരിയാണ്. നമുക്കിവിടെ ഫ്രണ്ട് വ്യൂ ആയതുകൊണ്ട് അടിഭാഗത്ത് കാണാൻ പറ്റുന്നില്ല. അതിനു വേണ്ടിയാണ് നമ്മൾ സൈഡ് വ്യൂ എടുക്കുന്നത്. ഇനി ഇതാ, അപ്പോൾ ഇവിടെ ഈ എജാക്കുലേറ്ററി ഡക്റ്റ് വന്നാൽ ഈ എജാക്കുലേറ്ററി ഡക്റ്റ് വന്ന് ഓപ്പൺ ആകുന്നത് ഓർക്കണം, ഇത് യൂറിനറി ബ്ലാഡറാണ്. യൂറിനറി ബ്ലാഡർ ഒരു ബ്ലാഡറാണ്, സഞ്ചിയാണ്. അതിനകത്ത് യൂറിനുണ്ട്. യൂറിൻ ഫോർമേഷനൊക്കെ നമ്മൾ കഴിഞ്ഞ കൊല്ലമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ യൂറിനറി ബ്ലാഡറിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഡക്റ്റ് ഉണ്ട്. ആ ഡക്റ്റിലേക്കാണ് തുറക്കുക. അല്ലെങ്കിൽ നമുക്ക് അതിനെ യൂറിനോ ജെനിറ്റൽ ഡക്റ്റ് എന്ന് പറയാം. യൂറിനോ ജെനിറ്റൽ ഡക്റ്റാണ് ഈ ഡക്റ്റ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ജംഗ്ഷൻ നോക്കുക. എജാക്കുലേറ്ററി ഡക്റ്റ് ഈ യൂറിനോ ജെനിറ്റൽ ഡക്റ്റിലേക്ക്, ഇതാണ് യൂറിനോ ജെനിറ്റൽ ഡക്റ്റ്. ആ ഡക്റ്റിലേക്ക് വരുമ്പം അതിൻ്റെ ആ ജംഗ്ഷൻ ഇവിടെ മറ്റൊരു ഗ്ലാൻഡ് ഉണ്ട്. ഇതാണ് ഈ ഗ്ലാൻഡ്. ഓർക്കുക, ഈ ഗ്ലാൻഡിനെയാണ് നമ്മൾ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് എന്ന് വിളിക്കുക. ഇതിൻ്റെ പേര് പ്രോസ്ട്രേറ്റ്. അത് നമ്മളിനി പഠിക്കുന്നുണ്ട്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, അതാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. അപ്പോൾ അതിൻ്റെ സെക്രീഷൻസും ഈ ഡക്റ്റിനകത്ത് വരുന്നുണ്ട്. അതെല്ലാം നമ്മൾ ഒന്നുകൂടെ പറയും. അപ്പോൾ ഓർക്കുക, എജാക്കുലേറ്ററി ഡക്റ്റ് ഇവിടെ വന്ന് യൂറിനറി ബ്ലാഡറിൽ നിന്ന് വരുന്ന യൂറിനോ ജെനിറ്റൽ ഡക്റ്റ്, ഇവിടുത്തെ ഈ ഡക്റ്റാണ് യൂറിനോ ജെനിറ്റൽ ഡക്റ്റാണ്, അല്ലെങ്കിൽ ട്രാക്റ്റ് എന്നോ ഡക്റ്റ് എന്നോ പറയാം. ഓർക്കുക, അപ്പോൾ ഈ ജംഗ്ഷനിൽ തന്നെ ഇത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് സെക്രീഷൻസും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും എജാക്കുലേറ്ററി ഡക്റ്റ്, അപ്പോൾ നമുക്ക് എഴുതാം. ഇപ്പോൾ എജാക്കുലേറ്ററി ഡക്റ്റ് വന്നു. ആ എജാക്കുലേറ്ററി ഡക്റ്റ് ഓപ്പൺസ്. അതെങ്ങോട്ടാണ് ഓപ്പൺ ആകുന്നത്? ഓപ്പൺസ് പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിലേക്ക് ഓപ്പൺ ആകുന്നു. തുടർന്ന് യൂറിനോ ജെനിറ്റൽ ഡക്റ്റ്. ഇനി ആ യൂറിനോ ജെനിറ്റൽ ഡക്റ്റ് വരികയാണെങ്കിൽ നമുക്ക് കാണാം, ഇതാണ് ഇത് നോക്കുകയാണെങ്കിൽ ഇതാണ് ഇവിടെ ഫ്രണ്ട് വ്യൂ എടുക്കുകയാണെങ്കിൽ ഇതാണ് യൂറിനറി ബ്ലാഡർ. ഓർക്കുക, അപ്പം നമുക്കതായത് നിങ്ങൾക്ക് 2 വ്യൂസ് ഇതിനകത്ത് കാണാൻ പറ്റും. ഇത് സൈഡ് വ്യൂ ആണ്, ഇത് ഫ്രണ്ട് വ്യൂ ആണ്. ഈ സൈഡ് വ്യൂവിൻ്റെ ഈ ഡയഗ്രമാണ് ഞാൻ വലുതാക്കി കാണിച്ചിരിക്കുന്നത്. അതേപോലെ ഈ ഡയഗ്രവും. അപ്പോൾ ഓർക്കുക, ഈ 2 ഡയഗ്രവും നമ്മൾ നോക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, ആ എജാക്കുലറി ഡക്റ്റ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡും തുറക്കപ്പെടുന്നുണ്ട്. തുടർന്ന് യൂറിനോ ജെനിറ്റൽ ഡക്റ്റ് രൂപം കൊള്ളുന്നു. ഇതാണ് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇത് സെമിനൽ വെസിക്കിളാണ്. ഇതാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ഓക്കെ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് വന്നു. തുടർന്ന് ഈ ഡക്റ്റിനെയാണ് നമ്മൾ യൂറിനോ ജെനിറ്റൽ ഡക്റ്റ് എന്ന് പറയുക, അല്ലെങ്കിൽ യൂറീത്ര എന്നും പറയാം. യൂറിനോ ജെനിറ്റൽ ഡക്റ്റ് അല്ലെങ്കിൽ യൂറീത്ര. ഇത് യൂറീത്രയാണ്. കാരണം യൂറിനോ ജെനിറ്റൽ ഡക്റ്റ് എന്ന് പറയാൻ കാര്യം ഇതിലൂടെ യൂറിനും പാസ് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ സ്പേംസും. ജെനിറ്റൽ എന്ന് പറയുമ്പോൾ സ്പേംസ് പാസ് ചെയ്യുന്നത് കൊണ്ടാണ്. യൂറിനോ എന്ന് പറയുമ്പോൾ യൂറിൻ, അപ്പോൾ അത് കോമൺ പാസേജാണ്. അതുകൊണ്ടാണ് അതിനെ യൂറിനോ ജെനിറ്റൽ ഡക്റ്റ് എന്ന് പറയുക. അപ്പോൾ ഇത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ഇനി ആ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് തുടർന്ന് ഈ ജംഗ്ഷൻ വരുമ്പോൾ 3ാമത്തെ ഗ്ലാൻഡ് വരും. ഈ ഗ്ലാൻഡിനെയാണ് ബൾബോ യുറീത്രൽ ഗ്ലാൻഡ് എന്ന് പറയുക. ബൾബോ
യുറീത്രൽ ഗ്ലാൻഡ്, അല്ലെങ്കിൽ അതിനെ മറ്റൊരു പേര് വിളിക്കുന്നുണ്ട് കൗപ്പോസ് ഗ്ലാൻഡ്. കൗപ്പോസ് ഗ്ലാൻഡ്. അപ്പോൾ ഈ ഗ്ലാൻഡിൻ്റെയൊക്കെ സെക്രീഷൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കും. അപ്പോൾ ആ സെക്രീഷൻസൊക്കെ ഇതിനകത്ത് വരുന്ന സ്പേംസിലുമായി ചേരും. അങ്ങനെ ഒരു സെമൻ എന്നൊരു ഫ്ലൂയിഡ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഓർക്കുക, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഇതാണ് മെയിൽ അക്സസറി ഡക്റ്റ്. അത് റെറ്റി ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡിഡിമിസ്, വാസ് ഡിഫറൻസ്. ഇനി അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്നതാണ് എജാക്കുലേറ്ററി ഡക്റ്റ്. ആ എജാക്കുലേറ്ററി ഡക്റ്റ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡുമായി ചേർന്ന് യൂറിനോജെനിറ്റൽ ഡക്റ്റിൽ തുറക്കപ്പെടും. ഇതാണ് മെയിൽ അക്സസറി ഡക്റ്റ്. അപ്പോൾ അതിനകത്ത് ഇമ്പോർട്ടൻസ് സെമിനൽ ഓർക്കുക, ഇത് ഇവിടെ തുടങ്ങി ഇവിടെ ഡക്റ്റിൽ അവസാനിക്കുകയാണ്. അപ്പം അതാ നേരത്തെ പറഞ്ഞ ഈ ഡക്റ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റോർ ആൻഡ് ട്രാൻസ്പോർട്ട് ദ സ്പേം ഫ്രം ദ ടെസ്റ്റിസ് ഔട്ട്സൈഡ് ത്രൂ യൂറീത്ര. അപ്പോൾ ഇതിലൂടെ ഓർക്കുക, അപ്പോൾ ഈ ടെസ്റ്റിസിലുണ്ടാകുന്ന സ്പേംസ് ഇതിലൂടെ വരുന്നു. അപ്പം ഈ ഗ്ലാൻഡ്സിലുണ്ടാകുന്ന സെക്രീഷൻസ് അതുമായി വരികയും ആ സെക്രീഷൻസിലാണ് ഈ സ്പേംസിൻ്റെ വയബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ നിലനിൽപ്പ്. അപ്പോൾ അതിൻ്റെ പ്രൊട്ടക്ഷനും അതോടൊപ്പം തന്നെ ന്യൂട്രീഷനും ഒക്കെ കൊടുക്കുന്നത് ഈ ഗ്ലാൻഡ്സിൻ്റെ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങളിലാണ്. അങ്ങനെ ഒരു മിൽക്കി ഫ്ലൂയിഡ് ഉണ്ടാകും. ആ മിൽക്കി ഫ്ലൂയിഡാണ് സെമൻ എന്ന് പറയുക. അപ്പോൾ ആ സെമനാണ് ഈ യുറീത്രയിലൂടെ അല്ലെങ്കിൽ ഈ ഡക്റ്റിലൂടെ ഇത് എക്സ്റ്റേണൽ ജെനിറ്റേലിയാണ്. അതപ്പോൾ നമ്മൾ അടുത്ത പഠിക്കും. ഇനി നമ്മൾ പഠിക്കുന്നത് അക്സസറി ഡക്റ്റ്. അതിപ്പോൾ നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് അക്സസറി ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞത് ഇതാണ് എ പെയർ ഓഫ് സെമിനൽ വെസിക്കിൾ, പിന്നെ സിംഗിൾ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, എ പെയർ ഓഫ് ബൾബോ യുറീത്രൽ ഗ്ലാൻഡ്. ഈ മൂന്നിൻ്റെ സെക്രീഷൻസ് വരുമ്പോഴാണ് സെമൻ ഉണ്ടാവുക. ആ സെമനിലാണ് സ്പേംസ് നിലനിൽക്കുക. അപ്പം ഈ എജാക്കുലേറ്ററി ഡക്റ്റാണ് അതിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ സഹായിക്കുക. അപ്പോൾ ഈ റീപ്രൊഡക്ഷൻ സമയമാകുമ്പോൾ ഇതിലൂടെ ഇത് എക്സ്റ്റേണൽ ജെനിറ്റേലിയ അല്ലെങ്കിൽ പെനിസ് എന്ന് പറയും, അല്ല യുറീത്രയിലൂടെ സ്പേംസ് പുറത്തേക്ക് വരും. അപ്പം നമ്മൾ മെയിൽ അക്സസറി ഡക്റ്റ് കഴിഞ്ഞു. റെറ്റി ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡിഡിമിസ്, വാസ് ഡിഫറൻസ്. ഇനി നമുക്ക് എക്സ്റ്റേണൽ ജെനിറ്റേലിയയിലേക്ക് പോകാം, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് പെനിസ്. ഓർക്കുക, എക്സ്റ്റേണൽ ജെനിറ്റേലിയ. അല്ലെങ്കിൽ എൻ്റെ മറ്റൊരു പേരാണ് പെനിസ്. അപ്പോൾ എക്സ്റ്റേണൽ ജെനിറ്റേലിയ എന്ന് പറഞ്ഞാൽ മേഡപ്പ് ഓഫ് സ്പെഷ്യൽ ടിഷ്യൂ helps in erection of penis to facilitate insemination. നമ്മൾ റീപ്രൊഡക്റ്റീവ് ഈവൻറ്റിൽ പഠിച്ചതായിരുന്നു ഇൻസെമിനേഷൻ. മെയിൽ ഗാമീറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മെയിൽ ഗാമീറ്റ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ അല്ലെങ്കിൽ ജെനിറ്റൽ ട്രാക്റ്റിലേക്ക് വരണം. ആ വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കേണ്ടത്? ഇൻസെമിനേഷൻ. അപ്പോൾ അതിനെ സഹായിക്കുന്ന ആളാണ് ഈ എക്സ്റ്റേണൽ ജെനിറ്റേലിയ. അപ്പോൾ അതിന് ആ എക്സ്റ്റേണൽ ജെനിറ്റേലിയ പെനീസിനെ സഹായിക്കുന്ന ചില സ്പെഷ്യൽ ടിഷ്യൂ ആണ്. അപ്പോൾ ആ സ്പെഷ്യൽ ടിഷ്യൂ ഈ പെനീസിനെ എറക്ഷൻ എന്ന് വെച്ചാൽ സ്റ്റിമുലേറ്റഡ് ആകും. ആ സമയത്താണ് ഇൻസെമിനേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസ്ചാർജ്. ശരിക്കും അതിൻ്റെ ഡിസ്ചാർജിനെയാണ് നമ്മൾ ഇൻസെമിനേഷൻ എന്ന് വിളിക്കുക. ഇനി ഇതിൻ്റെ ഭാഗങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് എക്സ്റ്റേണൽ ജെനിറ്റേലിയ. ഇതിനകത്ത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് എറക്ടൈൽ ടിഷ്യൂ ഇതാണ്. ഇതിൻ്റെ ടിപ്പ് എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു ഇത് യുറീത്രയാണ്. യുറീത്ര ഓപ്പൺസ് ഔട്ട് ബൈ ആൻ ഓപ്പണിംഗ്. അതിനെ യുറീത്രൽ മിയാറ്റസ് എന്നാണ് പറയുക, തുറക്കുന്നത് യുറീത്രൽ മിയാറ്റസ്. അപ്പോൾ ഈ ഓപ്പണിങ്ങിനെ വിളിക്കുന്ന പേരാണ് യുറീത്രൽ മിയാറ്റസ്. അപ്പോൾ ഇത് യുറീത്ര അത് തുറക്കുന്നു. ഇനി ഇതിൻ്റെ ടിപ്പിലാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് എൻലാർജ്ഡ് എൻഡ്സ്, അതിൻ്റെ ടിപ്പ് എൻലാർജ്ഡ് ആണ്. ഈ എൻലാർജ്ഡ് എൻഡ് ഓഫ് പെനിസിനെ ഗ്ലാൻസ് പെനിസ് എന്ന് പറയും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗ്ലാൻസ് പെനിസ്. കാരണം ഇതാണ് സ്റ്റിമുലേറ്റഡ് പാർട്ടാണ്.
സ്റ്റിമുലേഷൻ പെട്ടെന്ന് ഇതിനുണ്ടാകും. അതാണ് ഗ്ലാൻസ് പെനിസ്. ഇനി ഈ ഗ്ലാൻസ് പെനിസിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ഫോൾഡ് ഇതാണ് ഒരു ഫോൾഡ് ഓഫ് സ്കിൻ ഉണ്ട്. ലൂസ് ഫോൾഡ് ഓഫ് സ്കിൻ. ലൂസ് ഫോൾഡ് ഓഫ് സ്കിൻ. അതിനെ വിളിക്കുന്ന പേരാണ് ഫോർ സ്കിൻ. ഓർക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു എക്സ്റ്റേണൽ ജെനിറ്റേലിയ മേഡ് അപ്പ് ഓഫ് സ്പെഷ്യൽ ടിഷ്യൂ ഹെൽപ്സ് ഇൻ ഇറക്ഷൻ ഓഫ് പെനിസ് ടു ഫെസിലിറ്റേറ്റ് ഇൻസെമിനേഷൻ. ഇനി അടുത്ത പോയിന്റ്, ദ എൻലാർജ്ഡ് എൻഡ് ഓഫ് പെനിസ് ചോദിക്കുന്നതാണ്. അതിനെ വിളിക്കുന്ന പേരാണ് ഗ്ലാൻസ് പെനിസ്. ഗ്ലാൻസ് പെനിസ്. ഇനി ആ ഗ്ലാൻസ് പെനിസ് ഈസ് കവേർഡ് ബൈ എ ലൂസ് ഓഫ് അല്ലെങ്കിൽ എ ലൂസ് ഫോൾഡ് ഓഫ് സ്കിൻ കാൾഡ് ഫോർ സ്കിൻ. രണ്ടും ഓർത്തിരിക്കുക, ചോദിക്കുന്നതാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് ഗ്ലാൻസ് ആണ്. ഗ്ലാൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്നുകൂടെ പറയാം. രണ്ട് വ്യൂസിലും നമുക്ക് ഗ്ലാൻസ് കാണാൻ കഴിയും. ഓർക്കുക, ഇത് ഫ്രണ്ട് വ്യൂ ആണ്. ഇത് സെമിനൽ വെസിക്കിള്, ഇത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, ഇത് കൗപ്പേഴ്സ് ഗ്ലാൻഡ്. ഇനി നമ്മൾ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇതാ ഇവിടെയും കാണാൻ കഴിയുന്നുണ്ട്. ഇത് സെമിനൽ വെസിക്കിൾ, ഇത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ഇതാണ് ബൾബോ യുറീത്രൽ ഗ്ലാൻഡ്. അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് കൗപ്പേഴ്സ് ഗ്ലാൻഡ്. അപ്പം നമ്മൾ അടുത്ത് നോക്കേണ്ടതാണ് മെയിൽ അസസറി ഗ്ലാൻഡ്സ്. അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കഴിയും. അപ്പോൾ മെയിൽ അസസറി ഗ്ലാൻഡിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, മെയിൽ അസസറി ഗ്ലാൻഡ്സ്. ഒന്ന്, എ പെയർ ഓഫ് സെമിനൽ വെസിക്കിൾ. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് പ്രൊഡ്യൂസ് സെമിനൽ ഫ്ലൂയിഡ്. ആ സെമിനൽ ഫ്ലൂയിഡ് ഞാൻ നേരത്തെ പറഞ്ഞു സെമൻ എന്ന ഒരു മിൽക്കി ഫ്ലൂയിഡ് ഉണ്ടാകും. ആ സെമൻ എന്ന മിൽക്കി ഫ്ലൂയിഡിലെ പെർസെൻറ്റേജ് സെമൻ എന്ന് പറഞ്ഞാൽ ഈ സെമിനൽ ഫ്ലൂയിഡാണ്. ആ സെമിനൽ ഫ്ലൂയിഡിനെ ഉൽപ്പാദിപ്പിക്കുന്നത് സെമിനൽ വെസിക്കിളാണ്. അപ്പോൾ സെമിനൽ വെസിക്കിൾ പ്രൊഡ്യൂസ് സെമിനൽ ഫ്ലൂയിഡ്. അത് 60 to 70% ഓഫ് സെമനാണ്. ഇനി ഇതിനകത്ത് ഇറ്റ് കണ്ടൈൻസ്, ഈ സെമിനൽ ഫ്ലൂയിഡിൽ എന്തെല്ലാം ഉണ്ടാകാം? ഫ്രക്ടോസ്. നമ്മൾ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഫ്രക്ടോസിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഫോർ നറിഷിങ് സ്പേംസ്. നമ്മൾ നേരത്തെ പറഞ്ഞു സ്പേംസ് ഇതിനകത്താണ് നിലനിൽക്കുന്നത്. ആ സ്പേംസിൻ്റെ ആഹാരമാണ് ഫ്രക്ടോസ്. ആ ഫ്രക്ടോസ് ഇതിനകത്തുണ്ടാകും, അല്ലെങ്കിൽ ഈ ഫ്രക്ടോസ് സ്പേമിന് ആഹാരമായി മാറും. പിന്നെ അതോടൊപ്പം തന്നെ സിട്രേറ്റ് ഉണ്ടാകും, പിന്നെ ഇനോസിറ്റോൾ ഉണ്ടാകും, അതും കെമിക്കലാണ്. പിന്നെ അതേപോലെ പ്രോട്ടീൻസ് ഉണ്ടാകാം, പ്രോട്ടീൻസ് എക്സെട്ര. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഈ സെമിനൽ ഫ്ലൂയിഡ് ആക്ടിവേറ്റ്സ് സ്പേംസ്. ഈ സെമിനൽ ഫ്ലൂയിഡ് സ്പേംസിനെ ആക്ടിവേറ്റ് ചെയ്യും. ഇതാണ് സെമിനൽ വെസിക്കിൾ. അപ്പോൾ അത് ഉൽപ്പാദിപ്പിക്കുന്ന സെമിനൽ ഫ്ലൂയിഡാണ്. അത് 60 to 70% ഓഫ് സെമനാണ്. ഇതിനകത്ത് ഫ്രക്ടോസ് ഉണ്ട്, സിട്രേറ്റ് ഉണ്ട്, ഇനോസിറ്റോൾ ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്. ഫ്രക്ടോസ് ആണ് ഫോർ നറിഷിങ് സ്പേം, സ്പേമിൻ്റെ ആഹാരമായി മാറുക. ഇറ്റ് ആക്ടിവേഴ്സ് സ്പേം. ഇത് സ്പേമിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ ഗ്ലാൻഡാണ്. ഓർക്കുക, നമ്മൾ പറഞ്ഞത് അത് സിംഗിളാണ്. അതിനെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്ന് പറയും. പ്രോസ്റ്റേറ്റ്. അത് സിംഗിൾ ഗ്ലാൻഡാണ്. നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, അത് സിംഗിൾ ഗ്ലാൻഡാണ്. ഇതാണ്
ഇത് സെമിനൽ വെസിക്കിൾ, ഇത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, ഇത് ബൾബോയുറീത്രൽ ഗ്ലാൻഡ്. ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡും അതും സെക്രീറ്റ് ചെയ്യുന്ന സെക്രീഷൻ ഈസ് തിന്നാണ്, മിൽക്ക് പോലെയാണ്, ആൻഡ് ആൽക്കലൈനാണ്, ആൽക്കലൈൻ. ഇനി ഇതിനകത്ത് എന്തൊക്കെ അടങ്ങിയിരിക്കാം? ഇറ്റ് കണ്ടൈൻസ് കാൽസ്യം, ഫോസ്ഫേറ്റ്, ബൈകാർബണേറ്റ്, ക്ലോട്ടിംഗ് എൻസൈംസ്, എക്സെട്ര. നിങ്ങൾ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നതൊക്കെ പഠിച്ചിട്ടുണ്ടാകും കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ അത് ക്ലോട്ടിംഗ് എൻസൈംസ് ഒക്കെ ഇതിനകത്ത് കാണും. ഇനി നമ്മൾ പറഞ്ഞു സെമിനൽ ഫ്ലൂയിഡ് 60 to 70% സെമിനായി മാറുമെങ്കിൽ ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഈ സെക്രീഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് മേക്സ് അപ്പ് 20 to 30% ഓഫ് സെമനാണ്. ഓർക്കണം, ഇത് 60 to 70 ആണെങ്കിൽ ഇത് 20 to 30% ഓഫ് സെമൻ എന്ന് പറഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ സെക്രീഷനാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഗ്ലാൻഡാണ് ബൾബോയുറീത്രൽ ഗ്ലാൻഡ്. ബൾബോയുറീത്രൽ ഗ്ലാൻഡ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു അതിന് മറ്റൊരു പേരുണ്ട്, കൗപ്പോസ് ഗ്ലാൻഡ്. ബൾബോയുറീത്രൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ കൗപ്പോസ് ഗ്ലാൻഡ്. അപ്പോൾ ഇതും സെക്രീഷൻ നമ്മൾ കാണുകയുണ്ടായി. ഇതാണ്ട് ഈ ഗ്ലാൻഡാണ്, ഫ്രണ്ട് വ്യൂ എടുക്കുകയാണെങ്കിൽ ഈ ഗ്ലാൻഡാണ് ബൾബോയുറീത്രൽ ഗ്ലാൻഡ്. അപ്പോൾ ഈ ഗ്ലാൻഡ് സെക്രീഷൻ നമ്മൾ സൈഡ് വ്യൂ പറയുകയാണെങ്കിൽ ഇതാ നോക്കാം, ഇതാണ്ട് ഇവിടെ വരും. അപ്പോൾ ഇതിൻ്റെ സെക്രീഷൻസ് എല്ലാം നമ്മൾ ഈ ഡക്റ്റുമായി അല്ലെങ്കിൽ ഇതുമായി കണക്റ്റഡ് ആണ്. അപ്പോൾ ഇത് ഉൽപ്പാദിപ്പിക്കുന്ന സെക്രീഷൻ എന്ന് പറഞ്ഞാൽ അതിന് ദ സെക്രീഷൻ ഹെൽപ്സ് ഇൻ ദ lubrication of penis, help in the lubrication of penis. നമ്മൾ നേരത്തെ പറഞ്ഞു എക്സ്റ്റേണൽ ജെനിറ്റേലിയ. ആ പെനിസൈൻ്റെ ലൂബ്രിക്കേഷൻ കൊടുക്കുന്നത് ഈ ബൾബോയുറീത്രലിൻ്റെ ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ കൗപ്പോസ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന സെക്രീഷനാണ്. ഇനി നമ്മൾ പറയുകയുണ്ടായി സെമൻ എന്ന് പറഞ്ഞാൽ ഓർക്കുക അതൊരു ഫ്ലൂയിഡാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഈ മൂന്ന് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ആ സെക്രീഷൻസ് എല്ലാം കൂടെ ചേരുമ്പോഴാണ് അവിടെ സെമൻ ഉണ്ടാവുക. അപ്പോൾ സെമൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മ്യൂക്കോയിഡ്, മിൽക്കി, വിസ്കസ് ഫ്ലൂയിഡ് വിത്ത് സ്പേംസ്. അപ്പോൾ ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു മിൽക്കി ഒരു ഫ്ലൂയിഡാണ് സെമൻ എന്ന് പറയുക. ഇനി ആ സെമൻ്റെ ഫ്ലൂയിഡ് പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ സെമൻ ഈസ് കാൾഡ് സെമിനൽ പ്ലാസ്മ. അതിനെ വിളിക്കുന്ന പേരാണ് സെമിനൽ പ്ലാസ്മ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞത് ഈ മൂന്ന് ഗ്ലാൻഡും ഉൽപ്പാദിപ്പിക്കുന്ന, ഓർക്കുക ഏതാണ്, സെമിനൽ വെസിക്കിള്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, ബൾബോയുറീത്രൽ ഗ്ലാൻഡ്. ഇതിൻ്റെ എല്ലാ സെക്രീഷൻസ് എല്ലാം കൂടെ ഉൾപ്പെടും. മെയിനായിട്ട് സെമൻ എന്ന് പറയുമ്പോൾ ഈ രണ്ടെണ്ണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ ഇത് ലൂബ്രിക്കേഷനാണ്, ബൾബും പെനിസിൻ്റെ ലൂബ്രിക്കേഷനാണ് കൊടുക്കുന്ന സെക്രീഷനാണ് ഇത് ഉൽപ്പാദിപ്പിക്കുക. പൊതുവെ പറഞ്ഞാൽ ഈ ഗ്ലാൻഡ്സിൻ്റെ എല്ലാം കൂടെ ഉൽപ്പാദനം ആ സെക്രീഷൻസാണ് സെമനായി മാറുക. അപ്പോൾ നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കണ്ടു കഴിഞ്ഞു. ഓർക്കുക, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങൾ ടെസ്റ്റിസ്, അസസറി ഡക്റ്റ്, അസസറി ഗ്ലാൻഡ്, എക്സ്റ്റേണൽ ജെനിറ്റേലിയ. ഇനി നമ്മൾ ഇതേപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഞാൻ പറഞ്ഞു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, അത് നമുക്ക് അടുത്ത വീഡിയോസിൽ പറയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക.